ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ചാണകപ്പൊടി പോലെ നമ്മൾ പച്ചക്കറിക്ക് ഉപയോഗിക്കുന്നതാണ് ആട്ടിൻ കാഷ്ടം. ആട്ടിൻ കാഷ്ടം നമ്മൾ അതേപടി തന്നെ ഉപയോഗിക്കാറില്ല. ആട്ടിൻ കാഷ്ടം ഇതേപോലെ ഇങ്ങനെ ബോൾ പോലെ ആയിരിക്കും ഇരിക്കുക. നമ്മൾ പുതിയതായിട്ടുള്ള ഇത് ഒത്തിരി പഴകിയതാണ്. പഴയ ആട്ടിൻ കാഷ്ടമാണ് നമ്മൾ പച്ചക്കറിക്ക് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അതേപോലെ തന്നെയാണ് കോഴിവളവും. നല്ല ചൂടുള്ള വളങ്ങളാണ് ഈ ആട്ടിൻ കാഷ്ടവും അതേപോലെ തന്നെ കോഴിവളവും. ചാണകപ്പൊടി പോലെ പച്ചച്ചാണകമായിട്ടും അതേപോലെ തന്നെ ചാണകപ്പൊടിയായിട്ട് നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ജൈവവളമല്ല ഈ ആട്ടിൻ കാഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആട്ടിൻ കാഷ്ടം നമുക്ക് എങ്ങനെ നല്ലൊരു ജൈവവളമാക്കി മാറ്റിയെടുക്കാം, അതേപോലെ നല്ല പൊടിയായിട്ട് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. അല്ല ഇതേപോലെ തന്നെയാണ് നമ്മൾ പച്ചക്കറികൾക്ക് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ മാസങ്ങളോളം മണ്ണിൽ കിടക്കുകയും ചെയ്യും. ചെടികൾക്ക് ഇത് വലിച്ചെടുക്കാനായിട്ട് പറ്റത്തുമില്ല. അപ്പോൾ ഇത് നമ്മൾ നല്ല രീതിയിൽ പൊടിച്ചിട്ട് കൊടുത്താലാണ് ചെടികൾക്ക് വലിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ആക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇത് അതേപോലെ നമ്മൾ പൊടിച്ചെടുത്ത ആട്ടിൻ കാഷ്ടമാണ്. ചാണകപ്പൊടി പോലെ തന്നെ നമുക്കത് പൊടിഞ്ഞ് കിട്ടും. ഇത് ഇപ്പോൾ ശരിക്കും ചാണകപ്പൊടി പോലെയായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ നല്ല ഈർപ്പം നിൽക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ ചാണകപ്പൊടി പോലെ നമുക്ക് തോന്നുന്നത്. ശരിക്കും ആട്ടിൻ കാഷ്ടമാണ്. ആട്ടിൻ കാഷ്ടം ഇതുപോലെ നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ ഒത്തിരി പഴകിയതാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്കിവിടെ ആടില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ ആട്ടിൻ കാഷ്ടം. അപ്പോൾ ഇതിൽ അതിന് തീറ്റ കൊടുത്തതിൻ്റെ പുല്ലിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഇതേപോലെ ഒരു സ്ഥലത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ സിമെൻ്റ് ഇട്ട സ്ഥലത്താണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ വെറും മണ്ണിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ നമ്മൾ കൂട്ടിയിട്ട് കൊടുക്കുക കേട്ടോ. കൂട്ടിയിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളം നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളമായിരിക്കണേ. എല്ലാ സ്ഥലത്തും വീഴത്തക്ക രീതിയിൽ നമ്മൾ ഇതേപോലെ ഒഴിച്ചു കൊടുക്കും. നമ്മൾ കക്കയൊക്കെ നീട്ടില്ലേ, നമ്മൾ കുമ്മായം ഉണ്ടാക്കാനായിട്ട് അതേപോലെ ചെയ്തു കൊടുക്കണം. നമ്മളിതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ മിക്സ് ചെയ്യും. എല്ലാ സ്ഥലത്തും ഈ വെള്ളം എത്തത്തക്ക രീതിയിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൂട്ടി കൊടുക്കുക കേട്ടോ. കൂട്ടി ഇട്ട് കൊടുക്കുക. കൂടി കിടന്നാലാണ് ഇതുപോലെ നമുക്ക് പൊടിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്താലാണ് നമ്മൾ ആദ്യം കണ്ട രീതിയിലോട്ട് ഈ ആട്ടിൻ കാഷ്ടം മാറി കിട്ടുള്ളൂ. അത്രയും ശരിക്കും ചാണകപ്പൊടി പോലെ നമുക്ക് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും. അത്യാവശ്യം നല്ല തിളച്ച വെള്ളമാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ചൂടില്ലാത്ത വെള്ളം ആയിരിക്കരുത്. അതിനുശേഷം ഇതേപോലെ നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടിയിട്ട് കൊടുക്കും. നല്ലോണം നനവ് നിലനിന്നാൽ മാത്രമേ ഇതിങ്ങനെ നമുക്ക് പൊടിഞ്ഞ് കിട്ടുള്ളൂ. അതുപോലെ നല്ല ചൂടുള്ള വെള്ളമായിരിക്കണം കേട്ടോ. അപ്പം ഞാൻ എടുത്തുകൊണ്ട് വന്ന വെള്ളം മൊത്തത്തിൽ ഇതിലോട്ടിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കൂന കൂട്ടിയിട്ട് കൊടുക്കും. കൂന കൂട്ടി ഇതുപോലെ ഒന്ന് പൊത്തി കൊടുക്കാം കേട്ടോ. ഒതുക്കി കൊടുക്കും. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഞാൻ ചെയ്യണതെന്ന് വെച്ചാൽ ഇവിടെ തന്നെ ഒന്ന് കവർ ചെയ്തിട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറോ ഷീറ്റോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് നമ്മൾ ഈ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ ഇതേപോലെ ഒന്ന് കവർ ചെയ്തിട്ട് കൊടുത്തിട്ട് നമുക്ക് ചുറ്റിലും ഇതേപോലെ കല്ലോ എന്തെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ആവിച്ചിട്ട് വേണം ഇതിങ്ങനെ നല്ല പൊടിയായിട്ട് വരാനായിട്ട്. ഇതിങ്ങനെ ഇരുന്ന് അതിൻ്റെ അകത്തെ ആ ചൂട് പുറത്തേക്ക് പോവാതെ ഇത് ആവിച്ച് ഇത് നല്ല പൊടിയായിട്ട് 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് നല്ല പൊടിയായിട്ട് ഇത് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ഇതുപോലെ നനച്ചിട്ട് ഒരു ചാക്കിൽ കെട്ടി വെച്ചാലും നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് നല്ല പൊടിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇടാൻ സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലോട്ട് ഒരു കല്ലോ എന്തെങ്കിലും കയറ്റി വെച്ച് ഒരു ഭാരവും കൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് ഇതേപോലെ കൂന കൂട്ടി പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പറോ ചാക്കോ എന്തെങ്കിലും ഇട്ടൊന്ന് കവർ ചെയ്ത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ നമുക്കൊരു 3-4 ദിവസത്തിനുള്ളിൽ നല്ല പൊടിഞ്ഞ ആട്ടിൻ കാഷ്ടം കിട്ടും. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഈ ആട്ടിൻ കാഷ്ടം പൊടിക്കാനായിട്ട് ചെയ്തിരുന്നത്
കുമ്മായ ഇട്ട് കൊടുക്കുക ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ കുമ്മായം ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ വളത്തിൻ്റെ ഗുണം ഇല്ലാതായി പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇപ്പം ഞാൻ വീട്ടിൽ ചോദിച്ചപ്പോൾ അപ്പനും അമ്മയും പറഞ്ഞു തന്ന രീതിയാണിത്. നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കൂന കൂട്ടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ കവർ ചെയ്ത് വെച്ചിരുന്നാൽ 3-4 ദിവസം കഴിയുമ്പോഴേക്കും നല്ല പൊടിഞ്ഞ് കിട്ടും. പിന്നെ പണ്ട് ചെയ്തിരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ കല്ലുപ്പിട്ട് ഇളക്കിയിടുമായിരുന്നു. അതും നമുക്ക് ഈ ഉപ്പ് ഒത്തിരി വരുന്നതും നമ്മുടെ ചെടികൾക്ക് ദോഷമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇതുപോലെ ചൂടുവെള്ളം ഒഴിച്ച് പൊടിച്ചെടുക്കുന്നത്. അല്ലാതെ ഇത് പൊടിച്ചെടുക്കാനായിട്ട് ഭയങ്കര പാടാണ്. ഒത്തിരി താമസം എടുക്കും നമുക്കിത് പൊടിച്ചെടുക്കും. ഇപ്പോൾ കല്ലും കൊണ്ടൊക്കെ അല്ലെങ്കിൽ മുട്ടിയും കൊണ്ടൊക്കെ ഇടിച്ചിട്ട് കൊടുത്ത് പൊടിച്ചെടുക്കണമെങ്കിൽ ഭയങ്കര താമസമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആവിച്ചിട്ട് നന്നായിട്ട് പൊടിഞ്ഞു വന്നോളും. അപ്പം നമുക്ക് ചെടികൾക്ക് നേരിട്ട് ഉപയോഗിക്കാനും പറ്റും. പിന്നെ ചാണകപ്പൊടി പോലെ നമ്മൾ ഒത്തിരി ഇട്ട് കൊടുക്കേണ്ട വളമല്ല ആട്ടിൻ കാഷ്ടം. ആട്ടിൻ കാഷ്ടം വളരെ കുറഞ്ഞ അളവിൽ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിന് ഇതേപോലെ പൊടിച്ചിട്ട് കൊടുക്കണമെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ആട്ടിൻ കാഷ്ടമൊക്കെ ഇതേപോലെ പൊടിച്ച് കിട്ടാൻ പാടാണെന്നുണ്ടെങ്കിൽ ഇതേ രീതി ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്